സി ആർ എം എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. അതിന് നമുക്ക് മുകളിലൊരു ഐക്കൺ കാണും, സി ആർ എമ്മിൻ്റെ ഐക്കൺ കാണും. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ നമ്മൾ അടിച്ചിട്ടുള്ള ഈ സി ആർ എമ്മിൻ്റെ വിൻഡോ വരും. ഇതിൽ നിലവിൽ നമ്മൾ ചെയ്തിട്ടുള്ള ലീഡുകൾ, ആഡ് ചെയ്തിട്ടുള്ള ലീഡുകൾ, ഡീറ്റെയിൽസ്, കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതിൻ്റെ സ്റ്റാറ്റസ്, അതേപോലെ തന്നെ നമുക്കിവിടെ ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ കുറച്ച് ഡാറ്റാസ് ഉണ്ട്. ടോട്ടൽ ലീഡ്സ് എത്രയാണ്, അതിലെത്ര ഓർഡറായി, ബിൽഡായി, അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ ടാർഗറ്റ് വെച്ചിട്ടുള്ള എത്ര ശതമാനമായി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലറിയാൻ പറ്റും. ടാർഗറ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷനിൽ ടാർഗറ്റ് സെറ്റിങ്സ് ഉണ്ട്. ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ടാർഗറ്റിൻ്റെ നെയിം കൊടുക്കാം. നെയിം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പീരിയഡ് ഉണ്ടാവും. ഫ്രം ടു പീരിയഡ് കൊടുക്കാം. ടാർഗറ്റ് ടൈപ്പ് എംപ്ലോയി വൈസ് കൊടുക്കാം. പിന്നെ വാല്യൂ ടൈപ്പ് ക്വാണ്ടിറ്റി ആണോ എമൗണ്ട് ആണോ എന്ന് കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ എംപ്ലോയീസിനെ അഗെയിൻസ്റ്റ് ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ടോട്ടൽ ടാർഗറ്റ് കമ്പനീൻ്റെ മൊത്തം ടാർഗറ്റായിട്ട് സേവ് ചെയ്യാൻ പറ്റും. ആ വാല്യൂസാണ് ഇവിടെ വരിക. അപ്പോൾ എംപ്ലോയി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ചെയ്ത എംപ്ലോയിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ അറിയാൻ പറ്റും. അപ്പോൾ ആ എംപ്ലോയിൻ്റെ ടാർഗറ്റ് കാര്യങ്ങളായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാകുക. എംപ്ലോയീസിനെ സെപ്പറേറ്റ് സെലക്ട് ചെയ്തില്ലെങ്കിൽ അഡ്മിൻ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ടാർഗറ്റും അതിൻ്റെ വാല്യൂസും ആയിരിക്കും വരിക. ഈ പുതിയ ലീഡ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ന്യൂ ലീഡ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പേര് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ലീഡ് ടൈപ്പ് വെബ്സൈറ്റ് എന്ത് ടൈപ്പ് ലീഡാണെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഫേസ്ബുക്ക് ലീഡാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ലീഡ് സെലക്ട് ചെയ്ത് വെക്കുക. ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം ലീഡ് സെലക്ട് ചെയ്തു. കോൾ ടൈപ്പ് എങ്ങനെയാണ്, ഡയറക്റ്റ് കോൾ ആണോ, വാട്സപ്പ് കോൾ ആണോ എന്നുള്ളത് ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരും. നമുക്ക് അത് കഴിഞ്ഞാൽ നമുക്കിവിടെ കസ്റ്റമറെ മൊബൈൽ നമ്പർ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ ജസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഓരോ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ അറിയാൻ പറ്റും. അത് നിലവിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഇവിടെ അറിയാൻ പറ്റും. പിന്നെ എത്ര ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ ടൈപ്പ് എക്സിസ്റ്റിംഗ് കസ്റ്റമർ ആണോ ന്യൂ കസ്റ്റമർ ആണോ, ഞാൻ ന്യൂ കസ്റ്റമർ സെലക്ട് ചെയ്ത് കൊടുത്തു. കസ്റ്റമർ പ്രൊഫഷൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ജി എസ് ടി വേണ്ട കസ്റ്റമർ ആണോ അല്ലേ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ജി എസ് ടി ടിക്കറ്റ് കഴിഞ്ഞാൽ ജി എസ് ടി നമ്പർ കൊടുക്കേണ്ടി വരും. പിന്നെ വരുന്നത് കസ്റ്റമർ എൻക്വയറി ചെയ്ത പ്രൊഡക്റ്റാണ്, അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഏതാണോ അത് കസ്റ്റമർ സെലക്ട് ചെയ്ത് കൊടുക്കാം. സെലക്ട് ചെയ്ത് അത് എത്ര ക്വാണ്ടിറ്റിയാണ് കസ്റ്റമർ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് കൊടുക്കാം. കോംബോ സെലക്ട് ചെയ്തോ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. പിന്നെ കസ്റ്റമർ ഉദ്ദേശിച്ച പ്രൈസ് എത്രയാണെന്നുള്ളത്, അഗ്രി ചെയ്ത പ്രൈസ് എത്രയാണ് എന്നുള്ളത്. ഓക്കെ, നോട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാം. ജസ്റ്റ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലീഡായിട്ട് സേവ് ആയി, പ്രോസ്പെക്റ്റ് ആയിട്ട് സേവ് ആയി. പ്രോസ്പെക്റ്റിൽ നിന്ന് ആ ലീഡ്സിനെ നമുക്ക് ബിസിനസ്സായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൽ ഈ പ്രൊഡക്റ്റിൽ സെയിൽസ് ഓർഡർ ആഡ് ചെയ്തില്ല. ഈ ഐറ്റം നമുക്കിവിടെ ഓർഡർ ഡീറ്റെയിൽസിൽ ആഡ് ചെയ്യാൻ പറ്റും. അതേപോലെ മൾട്ടിപ്പിൾ ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഡയറക്റ്റ് നമുക്ക് ഈ കസ്റ്റമറെ നമുക്ക് കൺവേർട്ട് ചെയ്യാം. കൺവേർട്ട് ടു കസ്റ്റമർ ക്ലിക്ക് ചെയ്ത് കസ്റ്റമർ കൺവേർട്ടായി. കസ്റ്റമർ കൺവേർട്ടായി കഴിഞ്ഞാൽ ഇത് ബിസിനസ് എന്നുള്ള സ്റ്റാറ്റസിലേക്ക് കൺവേർട്ടായി. അതിനുശേഷം നമുക്കിവിടെ കസ്റ്റമറെ പേയ്മെൻറ്റ് മെത്തേഡ് ഏതാണെന്ന് നോക്കുക. പ്രീപെയ്ഡ് ആണോ അല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ആണോ സെലക്ട് ചെയ്യുക. പ്രീപെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മെത്തേഡ് ക്യാഷ് ആണോ UPI ആണോ സെലക്ട് ചെയ്യാം. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരുന്നത്, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യാം. എത്രയാണ് എമൗണ്ട് വരുന്നത് സെലക്ട് ചെയ്യുക, സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ബിസിനസ്സായിട്ട് കൺവേർട്ടായി. ബിസിനസ്സായിട്ട് കൺവേർട്ടായി ശേഷം നമുക്കിതിനെ ഈ ലീഡിനെ സെയിൽസ് ഓർഡറായിട്ട് കൺവേർട്ട് ചെയ്യാം. അതിന് ജസ്റ്റ് ഇപ്പോൾ നിലവിൽ സെയിൽസ് ഓർഡർ ജനറേറ്റ് ആയിട്ടില്ല. കൺവേർട്ട് ടു സെയിൽസ് ഓർഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സെയിൽസ് ഓർഡർ ജനറേറ്റ് ആയി. സെയിൽസ് ഓർഡർ ജനറേറ്റ് ആയി. നമുക്കിവിടെ സെയിൽസ് ഓർഡർ കാണാൻ പറ്റും. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് സെയിൽസ് ഓർഡറിൽ ചേഞ്ചസ്. ഓക്കെ, സെയിൽസ് ഓർഡർ ജനറേറ്റ് ആയി. ഓക്കെ, ഇപ്പോൾ ആ ഓർഡർ
ഇതുണ്ടോ സെയിൽസ് ഓർഡർ ആയിട്ട് കൺവേർട്ടായി. ഈ സെയിൽസ് ഓർഡറിനെ നമുക്ക് വന്നിട്ട് അതിനെ ബില്ലിലേക്ക് കൺവേർട്ട് ചെയ്യാം. ബില്ലിങ്ങിൽ ഉള്ള സ്റ്റാഫിന് നമുക്കിവിടെ ഈ വിൻഡോ വരും. ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ സെയിൽസ് ഓർഡർ ബില്ലാവാത്ത സെയിൽസ് ഓർഡറുകളാണ്. ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ലാസ്റ്റ് അടിച്ച ബില്ല് ഇതാണ്, സെയിൽസ് ഓർഡറാണ്. അതിൽ കൺവേർട്ട് ചെയ്യണം, സെയിൽസിൽ കൺവേർട്ട് ചെയ്യണം ചോദിക്കും. എസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഐറ്റം ബില്ലായിട്ട് കൺവേർട്ട് ആവും, ബില്ലിലേക്ക് വരും. നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ ബില്ലിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. കൊടുത്ത് ഓക്കെ, ഇത് ബില്ലായി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ലിസ്റ്റിൽ നിന്ന് നമുക്ക് ആ ബില്ല് പോയിട്ടുണ്ട്. അതിൽ പെൻഡിങ്ങുള്ള ബില്ലുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇത് ഓൾറെഡി ആ ലീഡ് ബില്ലായി കഴിഞ്ഞാൽ നമുക്കിവിടെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് പാക്കിംഗ് ആണ്. പാക്കിങ്ങിൽ വന്നു കഴിഞ്ഞാൽ സെയിൽസ് ബില്ലടിച്ചിട്ട് പാക്ക് ചെയ്യാത്ത ബില്ലുകൾ നമുക്ക് താഴത്ത് കാണാൻ പറ്റും. ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് എംപ്ലോയിൻ്റെ പേര് കൊടുക്കാം. ഓക്കെ, ബില്ലുണ്ടെങ്കിൽ കൊടുക്കാം. സേവ് ആയി കഴിഞ്ഞാൽ അത് പാക്ക്ഡായി. പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കൊറിയറാണ്. കൊറിയറിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പാക്ക് ചെയ്ത ഐറ്റംസും മൊത്തം ഇതിൽ അറിയാൻ പറ്റും. ഇതിനെ സെലക്ട് ചെയ്യാം. നമ്മൾ ഡെലിവറി പാർട്ട്ണർ ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഡെലിവറി സ്ലിപ്പിൻ്റെ നമ്പർ കൊടുക്കാം. ഡേറ്റ് ഉണ്ടെങ്കിൽ ഡേറ്റ് കൊടുക്കുക. ഡെസ്പാച്ച് ആരാണോ ഡെസ്പാച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡെസ്പാച്ചിൻ്റെ എംപ്ലോയീസിൻ്റെ പേര് കൊടുക്കാം. കറണ്ട് സ്റ്റാറ്റസ് പെൻഡിങ്. കസ്റ്റമർക്ക് ഡെലിവറി ആയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാറ്റസ് മാറ്റിയിട്ട് ഡെലിവേർഡ് ആക്കാൻ പറ്റും. സേവ് ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ സ്റ്റാറ്റസ് പ്രൊഡക്റ്റ് ഡെസ്പാച്ച് ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഓപ്ഷൻ വരുന്നത് നമുക്ക് ഡെലിവറി എന്ന ഓപ്ഷൻ ഉണ്ടാവും. കസ്റ്റമർക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ടോ റിട്ടേൺ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ. നിലവിൽ ഡെസ്പാച്ച് ചെയ്ത പ്രൊഡക്റ്റുകൾ ലിസ്റ്റ് മൊത്തം ഇതിൽ ഓപ്ഷൻ ഉണ്ടാവും, ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് വരും. ഇതിൽ രണ്ട് ഓപ്ഷനാണ്, ഡെലിവറി, റിട്ടേൺ. ഡെലിവേർഡ് പറഞ്ഞാൽ കസ്റ്റമർക്ക് കൊടുത്തു. റിട്ടേൺഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സ്റ്റാറ്റസ് റിട്ടേൺ ആക്കാം. കസ്റ്റമർ റിട്ടേൺ ചെയ്യാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ റിട്ടേൺ ആക്കാം. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഡെലിവറി ചെയ്തിട്ടുണ്ട്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് ഡെലിവേർഡായി. ഓക്കെ, ഇനി ഇതിൽ ഡെലിവറി പെൻഡിങ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആ പ്രോഡക്റ്റ് ഡെലിവേർഡ് ആയിട്ടുണ്ട്. ഇനി റിട്ടേണിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഡെലിവേർഡ് എന്നുള്ളത് സ്റ്റാറ്റസ് ഇവിടെ റിട്ടേൺ ആയി കഴിഞ്ഞാൽ ഓക്കെ, ഇത് റിട്ടേൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് റിട്ടേണിൻ്റെ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ പെൻഡിങ് അറിയാൻ പറ്റും, റിട്ടേൺ ആയ ഐറ്റംസ് അറിയാൻ പറ്റും. അപ്പോൾ അതിന് നമുക്ക് റിട്ടേൺ ഇൻവോയ്സ് ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.